വെൽക്കം. തഹ്മനാണ്. എൻഡോക്രൈൻ ഫാർമക്കോളജി വീഡിയോ സീരീസിൽ ഈ വീഡിയോ സൈപ്രോട്ടെറോൺ അസറ്റേറ്റ് ആൻഡ് എത്തിനാൽ ഈസ്ട്രാഡയോൾ എന്ന കോമ്പിനേഷൻ മരുന്നിനെ കുറിച്ചിട്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആന്റി ആൻഡ്രോജൻസിൽ നമ്മൾ പറഞ്ഞ മരുന്നാണ് സൈപ്രോട്ടെറോൺ എന്ന് പറയുന്ന മരുന്ന്. സോ പുരുഷ ഹോർമോണായിട്ടുള്ള ടെസ്റ്റോസ്റ്റെറോണിന്റെ ഒരു ആന്റഗോണിസ്റ്റ് ആണ്, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾ തടയുന്ന മരുന്നാണ് ഈ സൈപ്രോട്ടെറോൺ അസറ്റേറ്റ്. സോ സൈപ്രോട്ടെറോൺ ഇസ് ആൻ ആന്റി ആൻഡ്രോജൻ ആണ്, ആന്റി ആൻഡ്രോജനിക് മരുന്നാണ്, ടെസ്റ്റോസ്റ്റെറോൺ ആന്റഗോണിസ്റ്റ് ആണ്. ഇനി എത്തിനാൽ ഈസ്ട്രാഡയോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈസ്ട്രോജൻ മരുന്നുകളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്. ആൻഡ് സിന്തറ്റിക് ഈസ്ട്രോജനിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന മരുന്ന് എത്തിനിൽ ഈസ്ട്രാഡയോൾ. ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് പില്ലിലെ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നും എത്തിനാൽ ഈസ്ട്രാഡയോൾ തന്നെയാണ്. സോ ഈ ആന്റി ആൻഡ്രോജൻ മരുന്നും ഈസ്ട്രോജൻ മരുന്നും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കോമ്പിനേഷൻ മരുന്നാണ്. സോ ഇപ്പൊ ഇതിൽ സാധാരണ സൈപ്രോട്ടെറോൺ ഒരു 2 മില്ലിഗ്രാം ആയിരിക്കും ഉണ്ടാവുക. എത്തിനാൽ ഈസ്ട്രാഡയോൾ മിക്കവാറും 35 മൈക്രോഗ്രാം അളവിലായിരിക്കും ഉണ്ടാവുക. ആൻഡ് മറ്റ് ചില അളവുകളിലും ഉണ്ടായേക്കാം. ആൻഡ് സൈപ്രോട്ടെറോൺ ഒരു പ്രൊജസ്ട്രോജനിക് മരുന്നാണ്. സോ ദിസ് ഇസ് എ പ്രൊജസ്റ്ററോജനിക് ഡെറിവേറ്റീവ് ആണ്. സോ പ്രൊജസ്ട്രോണിന്റെ ഒരു ഡെറിവേറ്റീവ് മരുന്ന് കൂടിയാണ് ഇത്. ആൻഡ് ഇതിനുള്ള പ്രധാനപ്പെട്ട ആക്ഷൻ ആന്റി ആൻഡ്രോജനിക് ആക്ഷൻസ് ഉള്ള മരുന്നാണ് നമ്മൾ പറഞ്ഞു. ടെസ്റ്റോസ്റ്റെറോണിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അവയുടെ റിസപ്റ്റർ വഴിയാണ്. അതിനെ നമ്മൾ ആൻഡ്രോജനിക് റിസപ്റ്റേഴ്സ് എന്ന് പറയും. സോ ഈ ആൻഡ്രോജനിക് റിസപ്റ്ററിൽ ആന്റഗോണിസ്റ്റ് അല്ലെങ്കിൽ വിരുദ്ധ പ്രവർത്തനമുള്ള മരുന്നാണ് സൈപ്രോട്ടെറോൺ എന്ന് പറയുന്ന മരുന്ന്. ആൻഡ് ഇത് നോൺ സ്റ്റിറോയിഡലാണ്. സോ നോൺ സ്റ്റിറോയിഡൽ ആന്റി ആൻഡ്രോജൻ മരുന്നാണ് സൈപ്രോട്ടെറോൺ അസറ്റേറ്റ്. ഈ കോമ്പിനേഷൻ മരുന്നിന്റെ ഉപയോഗം അപ്പോൾ സ്ത്രീകളിലാണ്. ഡൈൻ 35, ജെസ്ട്ര 35, ഗൈന 35, മൈപ്പിൽ, ലെസ്ട്ര, ക്രിംസൺ 35 തുടങ്ങി വിവിധ തരം ബ്രാൻഡ് പേരുകളിൽ ഇത് ലഭിക്കുന്നുണ്ട്. സോ ഈ മരുന്നിന് 2 തരം ഉപയോഗങ്ങളുണ്ട്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഓറൽ കോൺട്രാസെപ്റ്റീവ് പില്ലാണ്, OCPs എന്ന് എഴുതാം. ഗർഭനിരോധന മരുന്നായിട്ട് ഉപയോഗിക്കാം. അങ്ങനെയാണ് ഒരു ഉപയോഗം. അതാണ് ആദ്യത്തെ ഉപയോഗം. രണ്ടാമത്തെ ഉപയോഗം പക്ഷേ സ്ത്രീകളിലുള്ള PCOSലാണ്. PCOS എന്ന് പറയുന്ന പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം പോലെയുള്ള അല്ലെങ്കിൽ PCOD രോഗമുള്ള സ്ത്രീകളിലാണ് ഉപയോഗിക്കുക. ഈ PCODയിൽ 2 തരം പ്രശ്നങ്ങൾ ഉണ്ടാവും അവർക്ക്. ഒന്ന്, ഇവരിൽ ഹൈപ്പർ ഇൻസുലിനീമിയ ഉണ്ടാവും. ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് പറയുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്, ഇൻസുലിനോട് റെസിസ്റ്റൻസ്. സോ അങ്ങനെയുള്ള കണ്ടീഷനിൽ മെറ്റ്ഫോർമിൻ പോലെയുള്ള മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാകും, വേണ്ടിവരും. ആൻഡ് രണ്ടാമത്തെ പ്രശ്നം ഇവരിലുള്ളത് ഹൈപ്പർ ആൻഡ്രോജനിസം ആണ്. ഹൈപ്പർ ആൻഡ്രോജനിസം എന്ന് വെച്ചാൽ ആൻഡ്രോജൻ എന്ന് വെച്ചാൽ പുരുഷ ഹോർമോണാണ്. സോ പുരുഷ ഹോർമോണിന്റെ എമൗണ്ട് അളവ് കൂടുതലാണ്. സോ ടെസ്റ്റോസ്റ്ററോൺ പോലുള്ള ഹോർമോണിന്റെ പ്രവർത്തനങ്ങൾ കൂടുതലാണ്. സോ അപ്പൊ നമുക്ക് ഇതിനെ തടയാനായിട്ടാണ് നമ്മുടെ സൈപ്രോട്ടെറോൺ എന്ന് പറയുന്ന മരുന്ന്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ആന്റി ആൻഡ്രോജൻ ആണെന്ന് പറഞ്ഞു. സോ അപ്പോൾ ഇത് തടയും. ഈ ഹൈപ്പർ ആൻഡ്രോജനിസം മൂലം ഇവരിൽ പല പ്രശ്നങ്ങളുണ്ടാവും. ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അമിതമായിട്ടുള്ളത് മുഖക്കുരുവാണ്. മുഖക്കുരു എന്ന് പറയുമ്പോൾ ആക്നി എന്ന് എഴുതാം, അല്ലെങ്കിൽ പിമ്പിൾസ് എന്ന് എഴുതാം. രണ്ടാമത്തെ പ്രശ്നം ഹെർസ്യൂട്ടിസം ആണ്. ഹെർസ്യൂട്ടിസം എന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള രോമവളർച്ചയാണ്. മുഖത്തായിരിക്കും കൂടുതലായിട്ട് രോമവളർച്ച ഉണ്ടാകുക, അല്ലെങ്കിൽ ഈവൻ ചെസ്റ്റിൽ ഉണ്ടാകാം. മൂന്നാമത്തെ ഒരു പ്രശ്നം ഇറഗുലർ പീരീഡ്സ് ആണ്. സോ മെൻസ്ട്രൽ പീരീഡ് ഇറഗുലർ ആണ് എന്നുള്ളതാണ് അടുത്ത ഒരു പ്രശ്നം. കൃത്യമായിട്ട് വരാതിരിക്കുക, മാസമുറ വരാതിരിക്കുക. നാലാമത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മെയിൽ പാറ്റേൺ ബാൾഡ്നെസ് ഉണ്ടാകാം. തലയുടെ പിറകിൽ ഉച്ചിയിലൊക്കെ മുടി കുറവായിട്ട് കഷണ്ടി ഉണ്ടാകാനുള്ള സാധ്യതയാണ്. സോ ബാൾഡ്നെസ് സാധ്യതകളുണ്ട്. അഞ്ചാമത്തെ ഒരു പ്രശ്നം വെയിറ്റ് ഗെയിൻ ആണ്. വെയിറ്റ് ഗെയിൻ എന്ന് വെച്ചാൽ ശരീരത്തിന്റെ ഭാരവർധനയാണ്. വയറ്റിലൊക്കെ കൂടുതൽ ഇത് വന്നിട്ട് PCOS ബെല്ലി എന്നൊക്കെ തന്നെ പറയാറുണ്ട്. ആൻഡ് ആറാമത്തെ പ്രശ്നം ഇൻഫെർട്ടിലിറ്റിയാണ്. ഇൻഫെർട്ടിലിറ്റിയും ചിലപ്പോൾ ഉണ്ടാകും. കൃത്യമായിട്ട് മാസമുറ ഓവുലേഷൻ ഒന്നും നടക്കാത്തതിനാൽ ഉണ്ടാകുന്ന വന്ധ്യതയുണ്ടാകാം. ദെൻ മെറ്റബോളിക് ഇഷ്യൂസ്. ഏഴാമത്തെ ഒരു പ്രശ്നം മെറ്റബോളിക് ഇഷ്യൂസ് ആണ്. സോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. സോ ഇതെല്ലാം ഹൈപ്പർ ആൻഡ്രോജനിസം മൂലമുള്ള പ്രശ്നങ്ങളാണ്. സോ ഇതെല്ലാം തടയാനായിട്ടാണ് നമുക്ക് എന്ത് ഉപയോഗിക്കും? അവിടെ നമുക്ക് സൈപ്രോട്ടെറോൺ എന്ന് പറയുന്ന മരുന്ന് നമുക്ക് ഉപയോഗിക്കാം. ആന്റി സൈപ്രോട്ടെറോൺ ഈ മരുന്ന് എത്തിനാൽ ഈസ്ട്രാഡയോളിന്റെ ഒപ്പമാണ് നമ്മൾ പറഞ്ഞു. സോ ഈ മരുന്ന് കഴിക്കുന്നത് 28 ദിവസത്തിൽ 21 ദിവസമാണ്. നമ്മൾ സാധാരണ ഓറൽ കോൺട്രാസെപ്റ്റീവ് കഴിക്കുന്നത് പോലെ തന്നെയാണ് ഈ മരുന്ന് കഴിക്കുക. ആൻഡ് ദിവസം 1 ഗുളികയാണ്. 1 ഗുളിക വീതം ദിവസം ഏതെങ്കിലും ഒരു സമയത്ത് കൃത്യമായിട്ട് കഴിക്കുക. ഭക്ഷണശേഷം കഴിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ആൻഡ് അതിനുശേഷം 7 ഡേയ്സ് 7 ദിവസം നമ്മൾ മരുന്ന് കഴിക്കാതിരിക്കും. ചിലപ്പോൾ ഇതിനകത്ത് ഡമ്മി പിൽസ് ഉണ്ടായിരിക്കാം. ഡിപ്പെൻസ് ഓൺ ഓരോ കമ്പനി അനുസരിച്ച് അത് കഴിക്കാം. സോ മാസമുറയുടെ ആദ്യ ദിവസമായിരിക്കും സാധാരണ കഴിക്കുക. ഫസ്റ്റ് ഡേ ഓഫ് മെൻസ്ട്രൽ ബ്ലീഡിംഗ്. മെൻസ്ട്രൽ ബ്ലീഡിങ്ങിന്റെ ആദ്യ ദിവസം തൊട്ട് നമുക്ക് കഴിച്ചു തുടങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ 1 to 5 ദിവസത്തിന് കഴിക്കാം. സോ നേരത്തെ കഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗർഭനിരോധന ഫലത്തിന് വേണ്ടിയാണ് ഇത് കഴിക്കുന്നതെങ്കിൽ അവരിൽ ഗുണം വേഗത്തിൽ തന്നെ ലഭിക്കും. ഗർഭനിരോധന ഫലം വേഗത്തിൽ ലഭിക്കും. ആൻഡ് കൃത്യമായിട്ട് മാസമുറ ഇല്ലാത്തവരിലാണെങ്കിൽ അവർക്ക് ഏത് ദിവസം എനി ഡേ ദേ ക്യാൻ സ്റ്റാർട്ട്, ഏത് ദിവസവും ഇത് മരുന്ന് കഴിക്കാം.
പക്ഷേ സ്ഥിരമായിട്ട് അടുത്ത ദിവസവും അതേ സമയത്ത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. 21 ദിവസം കഴിയുമ്പോഴത്തേക്കും മരുന്ന് നിർത്താം. ആൻഡ് ഏത് ദിവസവും കഴിക്കുന്ന ആൾക്കാരിൽ 2 ദിവസത്തിനകം സാധാരണ ഗർഭനിരോധന ഫലമൊക്കെ കിട്ടിത്തുടങ്ങും. എങ്കിലും നമ്മളൊരു 7 ദിവസം വരെ എങ്കിലും മറ്റ് ഗർഭനിരോധന മാർഗങ്ങൾ അവലംബിക്കുന്നത് നല്ലതായിരിക്കും. മരുന്ന് ഇടയ്ക്ക് മുടങ്ങാതെ ഫുൾ കോഴ്സ് കഴിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇടയ്ക്ക് മുടങ്ങിയാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇതിനകത്ത് ഈസ്ട്രോജൻ ഉണ്ട് നമുക്കറിയാം. ഈസ്ട്രോജൻ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം വഴി LH ആൻഡ് FSH അതിന്റെ റിലീസ് തടഞ്ഞിട്ടാണ്, ഓവുലേഷൻ ഒക്കെ തടഞ്ഞിട്ടാണ് കോൺട്രസെപ്റ്റീവ് അതിന്റെ പ്രവർത്തനം കിട്ടും. ആൻഡ് ഇതിൽ സൈപ്രോട്രോൺ നമ്മൾ പറഞ്ഞു ഒരു പ്രൊജസ്ട്രോജനിക് മരുന്ന് കൂടിയാണ്. അപ്പൊ ഈ മരുന്ന് കഴിക്കുന്നു, നിർത്തുന്ന ഉടനെ പ്രൊജസ്ട്രോൺ നിർത്തി 2-3 ദിവസത്തിനകം വിഡ്രോവൽ ബ്ലീഡിംഗും ഉണ്ടാവും. സോ അപ്പൊ ഇതിനെ നമുക്ക് പീരീഡ്സ് റെഗുലറൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കും. സോ റെഗുലറൈസേഷൻ ഓഫ് ദ പീരീഡ്സ്, റെഗുലറൈസേഷനും മറ്റ് ഓറൽ കോൺട്രസെപ്റ്റീവ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് ഇത് ഉപയോഗിക്കാം. സോ PCOSൽ ഇത് കഴിക്കുന്ന മൂലം PCOSലുള്ള ലക്ഷണങ്ങൾ, ഉദാഹരണം നമ്മൾ പറഞ്ഞത് ആക്നി, മുഖക്കുരു, അമിതമായിട്ടുള്ള മുഖക്കുരു കുറയുന്നുണ്ട്. ദെൻ ഹെർസ്യൂട്ടിസം എന്ന് പറയുന്ന അമിതമായിട്ടുള്ള രോമ വളർച്ച, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറയുന്നുണ്ട്. സോ ഇതെല്ലാം ലഘൂകരിക്കുന്നുണ്ട്. ആൻഡ് ഇത് PCOS ഇല്ലാതാക്കുന്ന മരുന്നൊന്നുമല്ല, ഇല്ലാതാക്കാനായിട്ടുള്ള മരുന്നൊന്നും ലഭ്യമല്ല, പ്രശ്നങ്ങളെ തടയുന്ന മരുന്നാണ്. സോ സാധാരണ ആദ്യഘട്ടത്തിൽ ഒരു 3 to 4 months 3 to 6 months വരെയൊക്കെ ആയിരിക്കും കഴിക്കുക. പിന്നീട് പരിശോധനകൾ വേണ്ടിവരും. പല പരിശോധനകൾക്ക് ശേഷമാണ് വീണ്ടും കഴിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുക. ചിലപ്പോൾ 1 to 2 വർഷം വരെ, ഇയേഴ്സ് വരെ ചിലപ്പോൾ ഡോക്ടർമാരെ കൊടുത്തു എന്നും വരാം. സോ ആവശ്യം അനുസരിച്ചിട്ടാണ് ഡോക്ടർ നിർദ്ദേശിക്കുന്ന പോലെയാണ് നമുക്ക് കഴിക്കേണ്ടത്. ആൻഡ് ഇൻ കേസ് ഇപ്പോ ആള് ഗർഭിണിയായാൽ, പ്രഗ്നന്റ് ആയിക്കഴിഞ്ഞാൽ സോ എന്ത് ചെയ്യണം? മരുന്ന് ഉടൻ സ്റ്റോപ്പ്. മരുന്ന് പിന്നീട് ഒട്ടും കഴിക്കാൻ പാടില്ല. ആൻഡ് മുലയൂട്ടുന്നവരിലും ഈ മരുന്ന് കഴിക്കാൻ പാടില്ല. ദെൻ ഓറൽ കോൺട്രസെപ്റ്റീവ്സ് സാധാരണ രീതിയിൽ നമുക്കറിയാം, ഡോക്ടറെ സന്ദർശിച്ച് ഡോക്ടർ നിർദ്ദേശിച്ചാൽ മാത്രം കഴിക്കുന്ന മരുന്നാണ്. ഏതെങ്കിലും ഓറൽ കോൺട്രസെപ്റ്റീവ്സ് നമ്മൾ അങ്ങോട്ട് സ്വന്തം കഴിച്ച് കളയാം എന്ന് വിചാരിക്കരുത്. അങ്ങനെയല്ല കഴിക്കുക. ആൻഡ് മരുന്നിൽ ഈസ്ട്രോജൻസ് ഉള്ളത് മൂലം ഇപ്പൊ രക്തം കട്ട പിടിക്കുന്ന പ്രശ്നങ്ങളുള്ളവർ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, DVT അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ സാധ്യതയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് അല്ലെങ്കിൽ എൻഡോമെട്രിയൽ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരിൽ സോ ഇവരിലൊക്കെ ഒഴിവാക്കേണ്ടി വരും. സോ അതുകൊണ്ടാണ് പരിശോധന നടത്തിയിട്ട് മാത്രമേ ഈ മരുന്ന് കഴിക്കാവൂ എന്ന് പറയുന്നത്. ഇനി ഈ മരുന്നിന്റെ സൈഡ് എഫക്ട്സ്, അഡ്വേഴ്സ് എഫക്ട്സ് എന്ന് പറയുന്നത് നമ്മൾ ഓറൽ കോൺട്രസെപ്റ്റീവ്സിൽ പറഞ്ഞ മിക്കവാറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒന്ന് നൗസിയ അല്ലെങ്കിൽ ഓഖാനമൊക്കെ വരാം. ദെൻ നൗസിയ കഴിഞ്ഞിട്ട് ഛർദിൽ ഉണ്ടാകാം. ദെൻ ഹെഡ് ഏക്ക്, തലവേദന ഉണ്ടാകാം. ദെൻ വെയിറ്റ് ഗെയിൻ, വീണ്ടും ഭാരവർധന ഉണ്ടാകാം. ദെൻ മൂഡ് ചേഞ്ചസ്, അതും ഹോർമോൺ ഗുളികൾ കഴിക്കുന്നവരുണ്ടാക്കാം. ദെൻ ബ്രസ്റ്റ് ടെൻഡർനെസ് ഈ മരുന്നുകൾ ഉണ്ടാക്കാം. ദെൻ വയറ്റിൽ ബ്ലോട്ടിംഗ് ഉണ്ടാക്കാം. ദെൻ GIT പ്രശ്നങ്ങൾ. സോ ചർമ്മത്തിൽ നിറം മാറ്റം ഈസ്ട്രോജൻ മൂലം ഉണ്ടാകാം. സോ അപ്പൊ സൺ എക്സ്പോഷർ ഒക്കെ കഴിയുന്നത് ഒഴിവാക്കുക. ഈ PCOSൽ ഇതേപോലെ ഉപയോഗിക്കാവുന്ന സ്പെർണോലാക്ടോൺ എന്ന വേറൊരു ഡെറിവേറ്റീവ് ആയിരുന്നു ഡ്രോസ്പെറിനോൺ എന്ന് പറയുന്ന മരുന്ന്. ആ മരുന്നിനേക്കാളൊക്കെ കുറച്ചും കൂടി കൂടുതൽ ഫലം സൈപ്രോട്ടറോൺ കൊടുക്കുന്നുണ്ട് എന്നാണ് കണക്ക്. സോ ഇതാണ് സ്ത്രീകളിൽ ഇതിന്റെ ഉപയോഗം. ഇനി സൈപ്രോട്ടറോൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പുരുഷന്മാരിൽ മെയിലിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. സോ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. അത് ഇപ്പോൾ ഈസ്ട്രോജൻ ഉണ്ടാവണമെന്നില്ല. മെയിലിൽ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഈസ്ട്രോജൻ ഇല്ലാതെ ആയിരിക്കും കൊടുക്കുക. സോ പുരുഷന്മാരിൽ പ്രധാനമായിട്ട് ഉപയോഗം അഡ്വാൻസ്ഡ് പ്രോസ്റ്റാറ്റിക് കാർസിനോമയിലാണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ നമ്മൾ ഉപയോഗിക്കാം, സിവിയർ ഓർ അഡ്വാൻസ്ഡ് കാർസിനോമ. ദെൻ ടു ഹോട്ട് ഫ്ലഷസ് കുറയ്ക്കാനായിട്ട് ആഫ്റ്റർ സർജറിയിൽ നമുക്ക് ഉപയോഗിക്കാം. ദെൻ ട്യൂമർ ഫ്ലയർ കുറയ്ക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ മറ്റുപയോഗങ്ങൾ നമ്മൾ ഉപയോഗിക്കാറില്ല, എങ്കിലും ഉപയോഗിക്കാവുന്നത് ഹൈപ്പർ സെക്ഷുവാലിറ്റിയിലാണ്. ഹൈപ്പർ സെക്ഷുവാലിറ്റി ഇൻ മെൽ അല്ലെങ്കിൽ പാരാഫീലിയാസ്. സോ അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ, അമിത ലൈംഗിക ആസക്തിയൊക്കെ ഉള്ള ആൾക്കാരിൽ കുറയ്ക്കാൻ വേണമെങ്കിൽ ഉപയോഗിക്കാം. ദെൻ പ്രിക്കോഷ്യസ് പ്യൂബർട്ടി, കുട്ടി വേഗത്തിൽ മെച്ചറാകുന്ന കണ്ടീഷൻസ്. ദെൻ പ്രയാപ്പിസം, അമിതമായിട്ട് ലിംഗം ഒരുപാട് നേരം ഉയർന്നു നിൽക്കുന്നതാണ് പ്രയാപ്പിസം എന്ന് പറയുന്ന കണ്ടീഷൻ. ദെൻ വേണമെങ്കിൽ നമുക്ക് ഫെമിനൈസേഷൻ ഇൻ ട്രാൻസ്ജെൻഡർ ഫീമെയിൽസിനകത്ത് ഫെമിനൈസേഷൻ, അപ്പൊ നമുക്ക് ഈസ്ട്രഡയലും കൂടി ചേർത്തിട്ട് വേണമെങ്കിൽ കൊടുക്കാം. ദെൻ വേറൊരു ഉപയോഗം കൺജെനിറ്റൽ അഡ്രീനൽ ഹൈപ്പർപ്ലാസിയ ആണ്. കൺജെനിറ്റൽ അഡ്രീനൽ ഹൈപ്പർപ്ലാസിയ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിൽ ഈ മരുന്ന് ഉപയോഗമുണ്ട്. പക്ഷേ കൊടുക്കാൻ പാടില്ലാത്തത് മൊത്തം ഞാൻ പറയാൻ വിട്ടുപോയത് ലിവർ ഡിസീസ് ആണ്. സിവിയർ ലിവർ ഡിസീസ് ഉണ്ടെങ്കിൽ നമ്മൾ സൈപ്രോട്രോൺ പോലെയുള്ള മരുന്നുകൾ ഒഴിവാക്കണം എന്നുള്ളതാണ്. ആൻഡ് പുരുഷന്മാരിൽ സൈപ്രോട്രോൺ ഉണ്ടാക്കുന്നത് ലോസ് ഓഫ് ലിബിഡോ, ലൈംഗിക താല്പര്യം കുറയ്ക്കാം, ഇറക്ഷൻ പ്രോബ്ലംസ് ഉണ്ടാക്കാം. ദെൻ റെഡ്യൂസ്ഡ് സ്പേം അല്ലെങ്കിൽ ഇജാക്കുലേറ്റിന്റെ അളവ് കുറയ്ക്കുക, ബ്രസ്റ്റ് ടെൻഡർനെസ് ഓർ സ്വെല്ലിംഗ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നം, ക്ഷീണം ഉണ്ടാക്കാം, സ്വെല്ലിംഗ്, എഡീമ ഇങ്ങനത്തെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് പുരുഷന്മാരിൽ ഉണ്ടാക്കുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സൈപ്രോട്രോൺ അസെറ്റേറ്റ് ആൻഡ് എഥിനൈൽ ഈസ്ട്രാഡയോൾ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.